ഹായ് എവരി വൺ. സോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി RRCയിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു വചനഭാഗം, അതായത് വ്യക്തിപരമായ ഉത്തരവാദിത്തം. അതെനിക്കൊരു പുതിയൊരു ടോപ്പിക്കായിട്ട് കിട്ടിയതാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. ഞാൻ വെറുതെ ഇങ്ങനെ എസെക്കിയേലിൻ്റെ പുസ്തകം തുറന്നപ്പോൾ എൻ്റെ കണ്ണുടക്കിയതാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ വരുന്നു വ്യക്തിപരമായ ഉത്തരവാദിത്തം. അത് തന്നെ 18-ലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. ഞാൻ അതിനെക്കുറിച്ച് വായിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് കർത്താവ് ബൈബിളിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓരോ വ്യക്തിക്കും നമ്മുടെ എല്ലാ ആക്ഷൻസിനും അക്കൗണ്ടബിളാണ് അല്ലേ. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവൃത്തിക്കും നമ്മൾ അക്കൗണ്ടബിളാണ്. അപ്പോൾ അത് കർത്താവ് ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസൃതമായിട്ടാണ് പ്രതിഫലം കൊടുക്കുന്നതെന്ന് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലും കാണുന്നുണ്ട്. അപ്പം ആ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കൊരിക്കലും ഓടി ഒളിക്കാൻ പറ്റത്തില്ല അല്ലേ. ആ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഒരു കുടുംബ ജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എല്ലാ മേഖലയിലും അത് ആപ്ലിക്കബിളാണ്. അപ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വ്യക്തിപരമായ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ പോലും ആത്മീയ ജീവിതത്തിൽ അത് നിറവേറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആത്മീയ ജീവിതത്തിനാണ്. ആ ഒരു ക്രമമുണ്ട് അല്ലേ. കർത്താവ് 10 കമാൻഡ്മെൻറ്റ്സ് തന്നപ്പം ഒന്നാമത്തെ പ്രമാണം, ഏറ്റവും സുപ്രധാനമായ പ്രമാണമായിട്ട് തന്നത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി അല്ലേ. അപ്പോൾ അത് ഞാൻ ചെയ്യാതെ മറ്റെന്ത് ചെയ്താലും, ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യാതെ 2, 3, 4 ഒക്കെ ചെയ്താലും ആ ഒരു ഫുള്ള് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല അല്ലേ. പക്ഷെ ഒന്ന് ചെയ്തിട്ട് 2, 3, 4 ചെയ്തില്ലേ പോലും ഓക്കെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ ആ കറക്റ്റായിട്ടുള്ള ആ പ്രയോറിറ്റി പാലിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പലരുടെയും ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ വ്യക്തിപരമായ ഉത്തരവാദിത്തം വളരെ നന്നായി നിറവേറ്റുന്നവരാണ്. പക്ഷേ ദൈവത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ അത്രയും ശുഷ്കാന്തി കാണിക്കാറില്ല പലരും അല്ലേ. അപ്പോൾ അതൊരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുക, ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. അപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നെട്ടോട്ട് ഓടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ബാക്കി നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് കൂട്ടിച്ചേർത്ത് തരും അല്ലേ. അപ്പോൾ അങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. അപ്പം ഞാനിതിനെപ്പറ്റി കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്ത ഒരു ക്ലാസ്സിൻ്റെ രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ അതിൽ 3-4 പോയിൻറ്റ്സ് ഇന്നത്തെ ചെറിയ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുക. ഒന്നാമത്തേത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിലൊരടയാളമായും നെറ്റിത്തട്ടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. അപ്പോൾ ദൈവം എത്ര സ്ട്രോങ് ആയിട്ടാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എത്ര ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് അതല്ലേ. ഫസ്റ്റ് ഉത്തരവാദിത്തം ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കുക. അതുപോലെ തന്നെ പറയാണ്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം അല്ലേ. ഹൃദയത്തിൽ എഴുതിടാം. നമ്മൾ ബൈബിളിൽ വായിച്ചിട്ട് മറന്നു പോരുത്, നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ ഈ ബൈബിള് കാണാതെ പഠിക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ നമ്മൾ എബ്രായരുടെ പുസ്തകം ഓരോ വേഴ്സ് വെച്ച് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 അധ്യായം കഴിഞ്ഞു, 51 വേഴ്സസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ദിവസവും ഓരോ വേഴ്സ് വെച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യും അല്ലേ. അതെന്നെ ഒന്നും മാറിപ്പോകത്തില്ല. അപ്പോൾ ഞാൻ സ്ലോലി അത് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം.
ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ദൈവം പറയുവാണ്, ജാഗരൂകതയോടുകൂടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ ഒരു പേരൻ്റ് എന്ന നിലയിൽ ഞാനത് ശുഷ്കാന്തിയോടെ ചെയ്തില്ലെങ്കിൽ അവസാനം ഒരു വിധി ദിവസത്തിൽ കർത്താവിനോട് ചോദിക്കും, അല്ലേ, നിനക്ക് ഞാൻ തന്ന മക്കളെ നീ ജാഗരൂകതയോടെ എന്നെക്കുറിച്ച് പഠിപ്പിച്ചോ എന്നൊരു ക്വസ്റ്റ്യൻ വരാം, അല്ലേ. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ പറ്റിയായിരിക്കും, അല്ലേ നമ്മുടെ മനസ്സിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തെ പറ്റിയായിരിക്കും നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. അപ്പം ദൈവത്തെ പറ്റിയായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, അല്ലേ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിലൊരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലൽ കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം, അല്ലേ. എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പം നമ്മുടെ ആ ഒരു വ്യക്തിപരമായ ഇപ്പം ഞാൻ ഓർത്ത് എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ. അതുപോലെ തന്നെ ഞാൻ വേറൊരു വചനം പഠിച്ചപ്പം ഒരു എക്സ്പ്ലനേഷൻ എൻ്റെ മനസ്സിലൂടെ പോയതാണ്. അതായത് ഉത്തമഗീതം, നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടോ എന്നറിയത്തില്ല. സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരുന്നു. നമ്മൾ കുട്ടികളെ വളർത്തുന്ന കാര്യവും അവരുടെ ആ ഉത്തരവാദിത്തത്തെ പറ്റി പറയുമ്പം ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്കൊരു ചിന്ത വന്നത്, കുട്ടികളെ നമുക്ക് ദൈവം ഒരു പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്, അല്ലേ. സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, അല്ലേ. മുന്തിരിത്തോട്ടം ആരുടെയാണ്? ദൈവത്തിൻ്റെയാണ്. എൻ്റെ ഭർത്താവ്, അല്ലെ എൻ്റെ മക്കൾ, അല്ലെ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ ഓരോ മുന്തിരിത്തോട്ടമാണ്. തൽക്കാലം അവരെ എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുകയാണ്, അല്ലേ. അതായത് ഞാനൊരു ടെമ്പററി കസ്റ്റോഡിയൻ, അല്ലേ, ടെമ്പററി ആയിട്ടൊരു കസ്റ്റോഡിയനാണ്. പക്ഷെ ദൈവമാണ് യഥാർത്ഥ ഉടമസ്ഥൻ. അങ്ങനെയാണല്ലോ ആ പാട്ടത്തിൻ്റെ ഇത് നടക്കുന്നത്. അപ്പം ദൈവം സൃഷ്ടിച്ച ആ കുഞ്ഞിനെ, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കർത്താവ്. അപ്പോൾ അതിൻ്റെ മേളിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലേ. പക്ഷേ ആ ഉടമസ്ഥൻ ഞാനാകുന്നില്ല. ഞാനൊരു ടെമ്പററി ഉടമസ്ഥൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. അപ്പോൾ പാട്ടത്തിന് കൊടുക്കുമ്പം അത് നമ്മുടെ സ്വന്തം സ്ഥലം പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, അല്ലേ. എൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തമായിട്ട് തന്നെ എനിക്ക് ഉപയോഗിക്കാം. എൻ്റെ സ്വന്തം എന്ന രീതിയിൽ തന്നെ അവനെ എനിക്ക് കൈകാര്യം ചെയ്യാം. അവൻ്റെ എല്ലാ നന്മകളുടെയും, അവനിപ്പോൾ ഒരു വലിയൊരു ജോലി കിട്ടി, അല്ലെ ഒരു ശമ്പളം കിട്ടി, അല്ലെ എന്തെങ്കിലും അവനൊരു നന്മയുണ്ടായെങ്കിൽ അതിൻ്റെ എല്ലാം ഞാനും അതിലെല്ലാം എന്നാ പറയുന്നത്, അവൻ്റെ ആ ജോയിലെല്ലാം ഞാനും ഭാഗഭാക്കാവുകയാണ്, അല്ലേ. അപ്പോൾ അതെല്ലാം എനിക്ക് പറ്റും. അവൻ്റെ എല്ലാ ഇതിലും ഞാനൊരു ഉടമസ്ഥൻ പോലെ തന്നെയാണ്. പക്ഷേ ഓരോരുത്തരും 1000 വെള്ളി നാണയങ്ങൾ പാട്ടം കൊടുക്കേണ്ടിയിരിക്കുന്നു, അല്ലേ. പക്ഷേ നമ്മൾ തന്നിരിക്കുന്ന അതിന് പാട്ടം കൊടുക്കണം, അല്ലേ. ഉടമസ്ഥന് ഒരു കണക്ക് കൊടുക്കണം, അല്ലേ ഒരു ഇത് കൊടുക്കണം. അപ്പം അവസാന ദിവസം കർത്താവ് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച കുഞ്ഞിനെ നീ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് വളർത്തിയത്, അല്ലെ. നിന്നെ ഏൽപ്പിച്ച ഭർത്താവിനെ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് നീ കൈകാര്യം ചെയ്തത്. നിന്നെ ഏൽപ്പിച്ച നിൻ്റെ ഇൻലോസിനെ, അല്ലെ നിൻ്റെ പേരൻസിനെ നീ എത്ര ഭംഗിയായിട്ടാണ് നോക്കിയത്. അങ്ങനെ ഒരു ചോദ്യം അവസാന ദിവസം കർത്താവ് എന്നോട് ചോദിക്കും, അല്ലേ. അങ്ങനെ ഒരു ചിന്ത എനിക്കിത് വായിച്ചപ്പം കിട്ടി. പിന്നെ ഞാൻ വേറെ 2 വചനങ്ങൾ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്, എസെക്കിയേൽ, ഞാൻ പറഞ്ഞില്ലേ, എസെക്കിയേൽ ഞാൻ റാൻഡംലി തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്വം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമുക്ക് ആ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു ഫലമുണ്ട്. അതിൻ്റെ ഒരു ഗുണമായാലും ദോഷമായാലും നമുക്കത് ലഭിക്കും. അപ്പം എസെക്കിയേൽ 14:12 തൊട്ട്. അപ്പം അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒരു ദേശം വിശ്വസ്തത വെടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം വിലക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. നോഹ, ഡാനിയൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തിവിടുകയും അവ അതിനെ നശിപ്പിച്ച് വിജനമാക്കുകയും അവ മൂലം അവിടെ ആർക്കും വഴി നടക്കാനാകാതിരിക്കുകയും ചെയ്യുമെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3 പേരും ആ ദേശത്തിലുണ്ടെങ്കിൽ തന്നെ ഞാനാണേ അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. അവർ മാത്രമേ രക്ഷ
രക്ഷപ്പെടുകയുള്ളൂ. ആ ദേശം നിർജ്ജനമായി തീരും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ അധികം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നോഹ, ഡാനിയൽ എല്ലാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരല്ലേ. നോഹ, ഡാനിയൽ, ജോബ്, അവർ 3 പേരുണ്ടെങ്കിൽ പോലും അവർ മാത്രമേ അവരുടെ നീതി മൂലം രക്ഷപ്പെടത്തുള്ളൂ. അവരുടെ കൂടെയുള്ള എല്ലാവരും നശിപ്പിക്കപ്പെടും. അതൊന്ന് 14 മൊത്തം വേണമെങ്കിൽ വായിക്കാം. നമ്മൾ ഒത്തിരി വായിച്ചാൽ ഒത്തിരി സമയം പോകത്തില്ലേ. അതുപോലെ 18 മുഴുവനും വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അതായത് പലതും പറയുന്നുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഭാഗം മാത്രം വായിക്കാം. 18 തുടങ്ങുന്ന, കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങളിപ്പോഴും ആവർത്തിക്കുന്നതെന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്നിരിക്കട്ടെ, അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു. കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവൻ ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തു. എന്നാൽ പിന്നീട് പറയുന്നു, ഈ നീതിമാൻ്റെ മകൻ നീതികേട് കാണിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ നീതി വെച്ച് അവൻ രക്ഷപ്പെടുകയില്ല. പിന്നെ അവൻ്റെ പുത്രൻ്റെ പുത്രൻ തിരിച്ചു ചെയ്യുവാണെങ്കിൽ, നീതിമാനാണെങ്കിൽ അവൻ രക്ഷപ്പെടും. അപ്പോൾ ആ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് കർത്താവ് ഒത്തിരി സ്ട്രെസ് ചെയ്ത് പറയുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തം, അല്ലേ, ദൈവത്തോടുള്ള ഉത്തരവാദിത്തം, നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം, അതൊക്കെ ഒത്തിരി സൂക്ഷ്മതയോടുകൂടി നമ്മളത് ചെയ്യണം. അത് നമുക്ക് ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ദൈവമേ ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? മക്കളുടെ കാര്യത്തിലൊക്കെ അവരെത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മളുടെ ഒത്തിരിയേറെ തിരക്കേറിയ ജീവിതത്തിൽ ഒക്കെ ഇത്രയും നമുക്ക് മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതുപോലെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കും ചിലപ്പോഴൊക്കെ. പക്ഷെ അപ്പം ഞാൻ വിചാരിക്കുന്നത്, കർത്താവിനെ അങ്ങ് ഏൽപ്പിക്കുക. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കർത്താവെ നീ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പക്ഷെ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മൾ ഏറ്റവും ശ്രമിച്ചിട്ടും നമുക്കത് പറ്റുന്നില്ല എങ്കിൽ ദൈവം നമുക്കൊരു സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് അവിടെ തരും. നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ വെളിപാടിൻ്റെ പുസ്തകം ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യണം. വിശുദ്ധരുടെ പ്രതിഫലം ഭയങ്കര രസമാണ് അതൊക്കെ വായിക്കാൻ. വെളിപാട് 7 കാണുന്ന വിശുദ്ധരുടെ പ്രതിഫലം. പിന്നീട് നമ്മൾ ലാസ്റ്റ് സ്വർഗത്തിൽ വിജയഗീതം തീരുമ്പോൾ 21-22 വായിക്കാം. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. നഗരത്തിന് പ്രകാശം നൽകാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രിയില്ലതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല കേട്ടോ. വിശുദ്ധർ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഒരു ലാസ്റ്റ് ഭാഗവും കൂടെ വായിച്ച് നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. 22-14 ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഒരു വാണിംഗ് ആണ്. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ്. പ്രഭാപൂർണമായ പ്രഭാത നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക.
കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ആ ജീവജലം നമുക്ക് സൗജന്യമായി കിട്ടുന്നതാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രേസിന് വേണ്ടി കർത്താവേ, നിൻ്റെ കൽപ്പനകളനുസരിച്ച്, നിൻ്റെ നീതി അനുസരിച്ച്, നിൻ്റെ കൽപ്പനകളുടെ വഴികളിലൂടെ നടക്കാനുള്ള ഒരു കൃപ, എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട്, എല്ലാ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളും കർത്താവെ നിൻ്റെ ഹിതം അനുസരിച്ച്, നിൻ്റെ ഹിതം പോലെ നിറവേറ്റാനുള്ള ഒരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും അത് നമ്മുടെ ഒരു പ്രാർത്ഥനയായിരിക്കണം. അപ്പോൾ അത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി അത് നമ്മൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ജീവിതത്തിൽ സ്ലോലി അത് എന്താ പറയുന്നത്, വെളിപ്പെടാൻ തുടങ്ങും അല്ലേ, അത് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.